തെലങ്കാനയിൽ ടണലിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാനുള്ള ദൗത്യം അവസാന ഘട്ടത്തിലേക്കാണ്. ആ വിവരങ്ങളാണ് അഖില നമുക്ക് നൽകിക്കൊണ്ടിരുന്നത്. രക്ഷാദൗത്യം ഏകദേശം പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. അവിടേക്ക് ഫോറൻസിക് സംഘങ്ങളെ അതുപോലെ തന്നെ ഡോക്ടർമാരെ എല്ലാം ഇപ്പോൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അഖില തന്നെ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായിട്ട്. അഖില, ഇനിയുള്ള നടപടികൾ ഏത് രീതിയിലാണ്? സ്വാതി, ദൗത്യം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. ആംബുലൻസുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഡോക്ടർമാരോടും ഫോറൻസിക് വിദഗ്ധരോടും എത്രയും പെട്ടെന്ന് പ്രദേശത്തേക്ക് എത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എത്താൻ പറഞ്ഞതുകൊണ്ട് തന്നെ ടണലിനകത്ത് പെട്ടുപോയിട്ടുള്ളവരുടെ അതിജീവന സാധ്യത കൂട്ടുന്നതാണ് ഈ നിർദ്ദേശങ്ങൾ. റഡാർ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിയായിരുന്നു രക്ഷാദൗത്യം പുരോഗമിച്ചുകൊണ്ടിരുന്നത്. റഡാർ ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്ത് മാത്രമായി പരിശോധന നടത്തിയപ്പോഴാണ് രക്ഷാപ്രവർത്തനത്തിൽ ഒരു ഹിന്റ് കിട്ടുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് രക്ഷാപ്രവർത്തനം എത്തുന്നത്. 500 സുരക്ഷാ സംഘങ്ങൾ ചേർന്നുള്ള പ്രവർത്തനമായിരുന്നു. രാപ്പകലില്ലാത്ത അധ്വാനമാണ് അവിടെ നടന്നത്. ഇന്ന് അതിൻ്റെ ഏറ്റവും അവസാനത്തെ പരിസമാപ്തിയിലേക്ക് എത്തുന്നു. ആശ്വാസകരമായ വാർത്ത തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം. സ്വാതി. ശരി അഖില, തെലങ്കാനയിൽ ടണലിൽ കുടുങ്ങിയവരെ പുറത്തെത്തിക്കാനുള്ള ദൗത്യം അവസാന ഘട്ടത്തിലേക്ക്, അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്നു. ടണലിന് പുറത്ത് ആംബുലൻസുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 8 ദിവസമായി രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നിലവിൽ അവിടേക്ക് തെലങ്കാനയിൽ നിന്നുള്ള ഡോക്ടർമാരെ അതുപോലെ തന്നെ ഫോറൻസിക് സംഘത്തെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ആളുകളെ പുറത്തെത്തിക്കാനാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് അവിടെ നിന്നും ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. കഴിഞ്ഞ 8 ദിവസമായി അവിടെ രക്ഷാദൗത്യം തുടരുകയാണ്. രാജ്യം മുഴുവൻ ആകാംക്ഷയോടെ നോക്കുകയായിരുന്നു അവിടെ എന്താണ് സംഭവിച്ചത് എന്നത്. അതിലാണിപ്പോൾ ഒരു സൂചന ലഭിക്കുകയും ആ ഭാഗം കൂടുതലായി അവിടേക്ക് പരിശോധന നീളുകയും ചെയ്തത്. അതാണ് ഏറ്റവും അവസാനം പരിസമാപ്തിയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള വിവരം ലഭിക്കുന്നത്, പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള വിവരം ലഭിക്കുന്നത്. അവിടേക്ക് ഡോക്ടർമാരെയും ഫോറൻസിക് സംഘത്തെയും ഒക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവിടേക്ക് എത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആംബുലൻസുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ദൗത്യം പരിസമാപ്തിയിലേക്ക് എത്തും എന്നാണ് അവിടെ നിന്നും അധികൃതർ നൽകുന്ന വിവരം.